ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഹാൻഡ് വാഷിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ബ്ലൂ ലേഡിയുടെ സ്മെല്ലും അതുപോലെ തന്നെ ബ്ലൂ കളറും വെച്ചിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഹാൻഡ് വാഷ് മേക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ കിറ്റ് വരുന്നത്. 3 ലിറ്ററിൻ്റെ കിറ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മേക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ 3 ലിറ്ററിൻ്റെ കിറ്റ് വെച്ചിട്ട് നമുക്ക് ഈ 1 ലിറ്ററിൻ്റെ കോമ്പൗണ്ട് വെച്ചിട്ട് നമുക്ക് 3 ലിറ്ററാണ് കേട്ടോ മേക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. പിന്നെ ഇതിലേക്ക് ബാക്കി വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള നമ്മുടെ ഹാൻഡ് വാഷാണ്. ഹാൻഡ് വാഷിൻ്റെ മേക്കിംഗ് കിറ്റാണ് കേട്ടോ. 3 ലിറ്റർ മേക്കിംഗ് കിറ്റാണ്. അപ്പോൾ ഇതിലെ ബാക്കിയുള്ള ഐറ്റംസ് വരുന്നത് ഇതെല്ലാമാണ് കേട്ടോ. അപ്പോൾ 3 ഐറ്റമാണ് കോമ്പൗണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിലേക്കുള്ള സ്മെല്ല്, കളറ്, അതിലേക്കുള്ള സാൾട്ട്. ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ കിറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് മേക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 ലിറ്റർ വെള്ളം വേണം, പിന്നെ 1 ലിറ്റർ കോമ്പൗണ്ട്, അങ്ങനെ ടോട്ടൽ 3 ലിറ്റർ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സാൾട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാൾട്ട് നമുക്ക് നല്ലോണം അലിയിപ്പിച്ചെടുക്കണം കേട്ടോ. ഈ 1 ലിറ്റർ വാട്ടറിലേക്ക് നമ്മളിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് അലിയിപ്പിച്ച് കൊടുക്കണം. അലിയിപ്പിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അടിയിൽ കുറേ വേസ്റ്റായി പോകും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വേറൊരു ലിറ്റർ വെള്ളം കൂടി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പേർലി ടൈപ്പിലാണ് നമ്മുടെ കോമ്പൗണ്ട്, ഹാൻഡ് വാഷിൻ്റെ കോമ്പൗണ്ട് വരുന്നത്. അത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ട്രാൻസ്പെറൻറ്റ് ഹാൻഡ് വാഷിനെക്കാട്ടും കൂടുതൽ ഈ പേർലി ഹാൻഡ് വാഷാണ് കേട്ടോ ഇഷ്ടം. നല്ല ഭംഗിയാണ് നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പേർലി ഹാൻഡ് വാഷിന് കിട്ടുക കേട്ടോ. അപ്പം നമുക്ക് 1 ലിറ്റർ മൊത്തമായിട്ടും നമുക്ക് 1 ലിറ്റർ കോമ്പൗണ്ട് മൊത്തമായിട്ട് 1 ലിറ്റർ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെയാണ് ഇരിക്കുക. ആദ്യം തന്നെ നമുക്ക് നല്ല രീതിയിൽ മിക്സായി കിട്ടില്ല. അപ്പം നമുക്ക് പിന്നെ ബോട്ടിൽസിലുള്ള കുറച്ചൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചെടുക്കുന്നതൊക്കെ നമുക്ക് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് ആവും. ഇതുപോലൊരു സ്പാച്ചുല ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ബോട്ടിലിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ആ കോമ്പൗണ്ട് വാട്ടറിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള സാൾട്ട് വാട്ടർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് 3 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രം വേണം കേട്ടോ നമുക്ക് കോമ്പൗണ്ട് മിക്സ് ചെയ്യാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ മൊത്തമായിട്ട് 3 ലിറ്റർ എടുക്കാനായിട്ട് ഫുള്ള് നിറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ നമ്മുടെ സാൾട്ട് അലിയിപ്പിച്ച് കുറച്ച് അടിയിൽ ബാലൻസ് ഉണ്ടായിരുന്നു, അത് നമുക്ക് അലിയിപ്പിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഹാൻഡ് വാഷ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അധികം മിക്സിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല, പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്ലൂ ലേഡിയുടെ ബ്ലൂ കളർ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്. ബ്ലൂ കളർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹാൻഡ് വാഷ് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് 5 ml ആണ് കളർ വരിക. അതിൽ നമുക്ക് എത്രയാണ് ആവശ്യം വെച്ചെങ്കിൽ അതിനനുസരിച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഫുൾ ആഡ് ചെയ്യണമെങ്കിൽ നല്ല ഡാർക്ക് കളറായിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള സ്മെല്ലാണ് ബ്ലൂ ലേഡിയുടെ സ്മെല്ലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി വരിക കേട്ടോ. നന്നായിട്ട് നമുക്ക് ആ സ്മെല്ല് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നമുക്ക് ആ ഒരു നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വരും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കഴിയണം നമുക്ക് ഈ ബബിൾസൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മേക്ക് ചെയ്ത് അപ്പം തന്നെ ബോട്ടിൽസിലേക്ക് ആക്കുകയാണെങ്കിൽ ഈ ബബിൾസ് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ബബിൾസ് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്ററിൻ്റെ 2 ബോട്ടിലും അതുപോലെ തന്നെ 1/2 ലിറ്ററിൻ്റെ 2 ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 4 ബോട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോ ബോട്ടിലേക്കും നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യത്തിനായിട്ട് ഈ 3 ലിറ്റർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളേക്ക് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലിലും അതുപോലെ തന്നെ കളറിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കിറ്റുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്മെല്ല്, നമുക്കിതിൽ പിയേഴ്സിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്, ചന്ദ്രികയുടെ സ്മെല്ല് വരുന്നുണ്ട്,
അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്മെല്ലിലാണ് വെച്ചെങ്കിൽ നമ്മളത് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ കിറ്റുകളുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരികയാണെങ്കിലും നമ്മൾ അങ്ങനെയും ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്കുള്ള ലാബിലൂടെ ഒട്ടിച്ചു കൊടുക്കാം. 5 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹാൻഡ് വാഷ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ഐറ്റമാണ് ഹാൻഡ് വാഷ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.